7 വർഷത്തിനു ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈന ഒരുക്കിയത് ഉജ്ജ്വല വരവേൽപ്പ്. വിമാനമിറങ്ങി വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചൈനയുടെ മണ്ണ് പകിട്ടേറിയ ചുവന്ന പരവതാനി വിരിച്ചൊരുങ്ങിയിരുന്നു. നിർണായകമാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച. ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമേകി. ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളണിഞ്ഞ നർത്തകർ ഹാർദമായ സ്വീകരണത്തിനായി അണിനിരന്നിരുന്നു. ടിയാൻജിനിലെ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തുനിന്നിരുന്നു. ഇന്ത്യൻ പതാകയേന്തി കുട്ടികൾ മോദിക്ക് ആഹ്ലാദം പകർന്നു. ഇതിനിടെ ശിശുക്കളോട് സ്നേഹസംഭാഷണം നടത്താനും പ്രധാനമന്ത്രി മറന്നില്ല. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും ജയ് മോദിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈന ഒരുക്കിയ ഗംഭീര വരവേൽപ്പിന് മോടി പകർന്നു. മോദിക്ക് സ്വാഗതമരളി ദീപാലങ്കാരങ്ങളും നിരന്നിരുന്നു. വിദൂര നഗരങ്ങളിൽ നിന്ന് മോദി ആരാധകർ ടിയാൻജിനിലേക്ക് ഒഴുകിയെത്തി. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ചൈനീസ് കലാകാരികൾ അവതരിപ്പിച്ചു. കുച്ചിപ്പുടിയും ഒഡീസിയും കഥക്കും അവതരിപ്പിക്കപ്പെട്ടു. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദി SCO ഉച്ചകോടിക്കായി ചൈനയിലേക്ക് എത്തിയത്. ചൈനയുമായുള്ള ശക്തമായ സുഹൃത്ത് ബന്ധം മേഖലയെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് മോദി ജപ്പാനിൽ പറഞ്ഞിരുന്നു. ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ്വ്യവസ്ഥയിൽ സ്ഥിരതയുണ്ടാക്കുമെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം കെസാനിൽ നടന്ന SCO ഉച്ചകോടിക്കിടെ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടാക്കിയിട്ടുണ്ടെന്ന് മോദി പറയുകയുണ്ടായി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും.